മാൽദീവ്സിലെ ഇടയ്ക്ക് ഈ പ്രശ്നങ്ങളുണ്ടായി, അവരുടെ ടൂറിസം നിലച്ചു. ഇന്ത്യ ഒന്ന് കണ്ണടച്ചതേ ഉള്ളൂ. അവിടെ ടൂറിസം പറഞ്ഞാൽ അവിടെ എക്സ്പോർട്ട്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ലക്ഷദ്വീപിൽ പോയി, പ്രൈം മിനിസ്റ്റർ ലക്ഷദ്വീപ് പോയി ചെയർ മാറ്റിയിട്ട് ഇരുന്നപ്പോഴത്തേക്ക് തന്നെ അവരുടെ ടൂറിസം പൊളിഞ്ഞു. അതെ, ചൈനയുടെ പരോക്ഷവും പ്രത്യക്ഷവുമായ സഹായം അവർക്കുണ്ട്. അവിടെയും അസ്വസ്ഥത ഉണ്ടായിരുന്നു കുറച്ച് നാൾ. പക്ഷേ ഇപ്പം ഔദാര്യത്തിൽ, ഇന്ത്യയുടെ ഔദാര്യത്തിലാണ് മാൽദീവ്സ് എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യയുടെ അവതാരത്തിലാണ്. ഡ്രിങ്കിങ് വാട്ടർ വേണമെങ്കിൽ ഇവിടുന്ന് പോകണം. ചൈനയിൽ നിന്ന് ഡ്രിങ്കിങ് വാട്ടർ കൊണ്ടുവരാൻ പറ്റില്ല. എത്ര അവേഴ്സ് പറക്കണം. ഇന്ത്യയിൽ നിന്നാണ് ഡ്രിങ്കിങ് വാട്ടർ. നന്ദിയില്ലാത്തൊരു വർഗമാണ് മാൽദീവ്സിലുള്ള. ഇവരുടെ അപ്പൻ, ബംഗ്ലാദേശിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ അപ്പനാണ്. ഒരിക്കലും നമ്മളോട് പിന്നെ എന്താ പറയണേ, അതൊന്നും പത്രത്തിൽ വന്നില്ല എന്നേ ഉള്ളൂ. ഈ നമ്മുടെ ഈ ഉടക്കില്ലേ മറ്റേ അവൻ പിന്നെ മാലിയുടെ പ്രസിഡന്റ്, നമ്മളെ എല്ലാ ഇന്ത്യക്കാരന്മാരെല്ലാം കെട്ടി പൊക്കണം പറഞ്ഞില്ലേ, ആ സമയത്ത് നമ്മുടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട്, മാൽദീവ്സിൻ്റെ വന്നിട്ട് ഡൽഹിയിൽ സ്ഫോടനത്തിന്, ഈ സ്ഫോടനമല്ല ഞാൻ പറയുന്നത് 2 വർഷം മുമ്പ് സ്ഫോടനത്തിന് ഇവൻ രജിസ്റ്റർ ചെയ്ത് ഇവൻ അതിൻ്റെ ടൂളായിട്ട് നിന്ന് അവനെ പൊക്കി. ഭീകരൻ. മാൽദീവിന് നമ്മൾ എന്ത് ദ്രോഹം ചെയ്ത്? നമ്മളെ കരുണ കൊണ്ടാണ് അവരുടെ കിടക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, അവന്മാർ അങ്ങനെയാണ്. നിങ്ങൾ യു മസ്റ്റ് സ്പോക്കൺ ആൻഡ് ഡെൽറ്റ് വിത്ത് ദീസ് മാൽദീവൻസ് അല്ലേ. ഒരിക്കലും അടുക്കാൻ കൊള്ളാത്ത ഒരു വർഗമാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒരിക്കലും, അതാണ് ഞാൻ ശ്രീലങ്കയെ ഞാൻ പറഞ്ഞത്, അവർ നല്ല ആളുകളാണ്, നല്ല മനുഷ്യരാണ്. നോട്ട് നമ്മുടെ ഏറ്റവും ഡിഫിക്കൽട്ട് കസ്റ്റമർ പാകിസ്ഥാൻ നമ്പർ 3 ആണ് ഞാൻ പറയും. നമ്പർ 1 ഈസ് ബംഗ്ലാദേശ്, നമ്പർ 2 ഈസ് മാൽദീവ്സ്. പിന്നെ പരിപാടിയൊന്നും നടക്കില്ല. ചൈനയും പാകിസ്ഥാനും ഒക്കെ അവിടെ വരണമെങ്കിൽ കുറേ ദിവസം എടുക്കും. നമ്മൾ പെട്ടെന്ന് പിടിക്കും. നമുക്ക് മിനിക്കോയ് ദ്വീപിൽ നിന്ന് 60 കിലോമീറ്റർ മറ്റേ ഉള്ളൂ. ടക്കന നമ്മൾ പിടിച്ചെടുക്കും. പിന്നെ നമ്മളത് ചെയ്യാത്ത നമ്മളൊരു സിവിലൈസ്ഡ് കൺട്രി, പിന്നെ നമ്മൾ ഇവന്മാർ കിടന്ന് വിളിക്കും, USA പലരും വിളിക്കും, അത് അവർ മിസ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ മിണ്ടായിരിക്കണം. നിവൃത്തിയല്ലേ നമ്മൾ പിടിച്ചെടുക്കും. അല്ലാതെ ശരി. അപ്പോൾ ഇന്ത്യയുടെ അപ്രമാദിത്വം അവിടെ തെളിഞ്ഞു നിൽക്കുന്നു പിന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം. അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ സമീപഭാവിയിൽ, വെരി ഫാർ ഫ്യൂച്ചറിൽ ഇന്ത്യയുടെ സാമന്ത രാജ്യങ്ങളായി ഇത് വീണ്ടും ഇതെല്ലാം മാറിക്കൂടാ എന്നില്ല എന്ന് ഒരു വസ്തുതയല്ലേ? സാമന്തര രാജ്യങ്ങളല്ല, നമ്മൾ പറഞ്ഞാൽ വി വിൽ ഡിക്റ്റേറ്റ് തിങ്സ് ദർ. ഇപ്പം മാലിയിൽ നമ്മളാണ് തീരുമാനിക്കുന്നത്. ശ്രീലങ്കയിൽ നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ പറഞ്ഞാൽ. ശ്രീലങ്കയിൽ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ശ്രീലങ്ക ഈസ് ഓക്കെ, നമ്മളുമായിട്ട് ഒരു അടിക്കും ബഹളമൊന്നുമില്ല. അവരുടെ രാജ്യം രക്ഷപ്പെടുത്താനാണ് അവർ നോക്കണം. പിന്നെ ഭൂട്ടാൻ ഇന്ത്യക്കെതിരായിട്ട് ഒന്നും ചെയ്യില്ല. പിന്നെ നമുക്ക് നേപ്പാൾ ഇടയ്ക്കിടയ്ക്ക്, അത് ഹിന്ദുക്കളല്ലേ, അവരവരുടെ നമ്മൾ ഹിന്ദുക്കളുടെ ക്വാളിറ്റി അവർ കാണിക്കുമല്ലോ. തമ്മിലടി, ഇപ്പോൾ മുട്ടനടിയാണല്ലോ. അപ്പോൾ അതാണ് അവർ കാണിക്കുന്നത്.